ഹായ്, പുതിയ സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഡ്രാഗൺ റിവ്യൂലോട്ടാണ്. പടം ഇറങ്ങിയിട്ട് 2 ആഴ്ചത്തോളമായി. ഞങ്ങളുടെ അടുത്തൊന്നും ഈ പടമില്ലായിരുന്നു. ഇപ്പം അടുത്തടുത്തൊക്കെ പിടിച്ചു വരുന്നുണ്ട്. അങ്ങനെ പടം കണ്ട് എൻ്റെ ഒരു അഭിപ്രായം എന്തെന്ന് പറഞ്ഞാൽ അതാണ് ഈ വീഡിയോയോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരുന്ന കാണണം. ഡയറക്ടർ, റൈറ്റർ അശ്വന്ത് മാരിമുത്തു. ഈ സ്റ്റോറി 2 പേര് ഡിസ്കസ് ചെയ്ത് എഴുതിയാന്ന് തോന്നുന്നു. ഒന്ന് ഇതിൻ്റെ മെയിൻ ആക്ടർ പ്രദീപ് രംഗനാഥും പിന്നെ ഇതിനകത്ത് അശ്വന്ത് മാരിമുത്തും. ഇവർ രണ്ടൊരു ഫ്രണ്ട്സാണ്. ഇതിന് മുമ്പുള്ള പടത്തിൽ ഇവർ തമ്മിൽ ചെയ്തിട്ടുണ്ട്. ടോട്ടലി എനിക്ക് ഈ പടം എങ്ങനെ എടുത്തെന്ന് പറഞ്ഞാൽ നല്ല ചില്ല് പടം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആസ്വദിച്ച് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ലൊരു പടം, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ചെറിയൊരു പൊരുത്തക്കേടുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. പടം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രദീപ് രംഗനാഥ്, പുള്ളിയുടെ പേരെന്ന് പറഞ്ഞാൽ രാഘവൻ. അത് ഡി രാഘവൻ എന്നാക്കി, അങ്ങനെ ഡി ഡ്രാഗൺ എന്ന് അറിയപ്പെടും. പുള്ളി +2 തൊട്ടാണ് പടം തുടങ്ങുന്നത്. പുള്ളിക്ക് +2-ന് ഗോൾഡ് മെഡൽ 96% മാർക്കും. പിന്നെ പുള്ളിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു ഇഷ്ടം, ഒരു പെൺകൊച്ചിനോട് ഇഷ്ടമുണ്ട്. അങ്ങനെ അതുപോലെ ഗോൾഡ് മെഡൽ മേടിച്ചിട്ട് പോയി പ്രപ്പോസ് ചെയ്യും. പെണ്ണ് തള്ളിവിടും. അതായത് ഇതേപോലെയുള്ള പാവത്താനെയൊന്നും ഇഷ്ടമല്ല, അതുപോലെ ഒരു കച്ചറയായിട്ടുള്ള ഒരുത്തനെ കാണിച്ചിട്ട് പറഞ്ഞാൽ നീ അതുപോലെയുള്ളവരെ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആക്കിവിടും. അങ്ങനെ പുള്ളി ഡ്രാഗൺ എന്ന പേരിലൂടെ മാറി. എന്ന് വെച്ചാൽ പുള്ളിക്ക് ഈ ഗോൾഡ് മെഡലൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഇതേപോലെ വലിയൊരു കോളേജ് കിട്ടിയിട്ടുണ്ട്. ആ കോളേജ് എന്ന് പറഞ്ഞാൽ 95% മേളിലുള്ളവർക്ക് മാത്രമേ ആ കോളേജ് പ്രവേശനം കിട്ടത്തുള്ളൂ. പുള്ളിക്ക് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും പിന്നെ ഒരു ഭൂലോക കച്ചറയായിട്ട് മാറുകയും ചെയ്ത് പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പുള്ളിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ജീവിതത്തിൽ. ആ കോളേജിൽ 48 അരിയേഴ്സ്, അതായത് 4 വർഷത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ 4 വർഷം കൂടെ കൂട്ടി ഒരെണ്ണം പോലും ജയിച്ചിട്ടില്ല. അപ്പോൾ അവൻ മൊത്തം കൂടി കൊണ്ടുവന്ന് ആ കോളേജിൽ നിന്ന് ഇറങ്ങുകയും പിന്നെ നടക്കുന്നത് കുറച്ച് കാര്യങ്ങളും, ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് ഉയർച്ചയും താഴ്ചയും പിന്നെ ഇമോഷനും കോമഡി ഇതെല്ലാം നിറഞ്ഞ ഒരു വഴിയാണ് ഈ ഒരു ഡ്രാഗണിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. മ്യൂസിക് ചെയ്തേക്കുന്നത് ലിയോൺ ജെയിംസൺ. കൊള്ളാം, കേട്ടിരിക്കാനും നല്ല സോങ്ങുകളും പിന്നെ അത്യാവശ്യം നല്ല സ്കോറും ഒക്കെ എനിക്ക് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ആക്ട്രസ്സായിട്ട് വന്നേക്കുന്ന അനുപമ പരമേശ്വരൻ. മറ്റേ ഇതിനകത്ത് പ്രേമത്തിൻ്റെ ഒത്തിരി റെഫറൻസുകളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പ്രേമത്തിന് മാത്രമല്ല, കുറേ മലയാള ആവേശത്തിനകത്തെയും പിന്നെ റെയിൻ കമ്മകയിനകത്തെ തെമ്മടിക്കട്ടെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന ഒരു സിനിമ. പിന്നെ ഇതിനകത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ മിസ്കിൻ വരുന്നുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളായിട്ട്. അങ്ങനെ പിന്നെ അനുപമ പരമേശ്വരനെ 6 വർഷം കൊണ്ട് ഇയാൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആകുന്ന കുറച്ച് സീനുകൾ കാണിക്കും. റെസ്റ്റോറൻറ്റിൽ വെച്ച് അനുപമ പരമേശ്വരനായിട്ടുള്ള ഒരു ബ്രേക്കപ്പ് സീൻ കാണിക്കുന്നുണ്ട്. ആ ബ്രേക്കപ്പ് സീനൊക്കെ നമുക്ക് ടച്ച് ചെയ്യും. കാരണം ഇതിനകത്ത് അത് അത് പ്രദീപ് രംഗനാഥിൻ്റെ ക്യാരക്ടർ, പുള്ളി 6 വർഷം കൊണ്ട് ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് അങ്ങ് ബ്രേക്കപ്പ് ആയിട്ട് പോകുമ്പോൾ പുള്ളിക്ക് ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം 13 വർഷമൊക്കെ എടുത്ത് ഉള്ളവരുടെയൊക്കെ കാര്യം നല്ല ചോദിക്കുക. അപ്പോൾ അങ്ങനെ പോന്ന് പിന്നെ പടം അപ്പായിട്ട് വരുന്നുണ്ട്. കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ വർക്കായി കോമഡിയൊക്കെ. കാരണം ഈ ഇതുപോലത്തെ മലയാളത്തിലെ ചില കച്ചറ സിനിമയൊക്കെ കാണിക്കുന്ന ഊച്ചാളി കോമഡി കൂട്ടല്ല, നമുക്കത് സീരീസ് എന്നിട്ട് ഒരു മെച്യൂരിറ്റി ആയിട്ടുള്ള കോമഡി ആയിട്ടൊക്കെ തോന്നും. അത് ഇതിനകത്ത് നല്ല രീതിയിൽ, പുതിയ ടൈപ്പിലുള്ള. പിന്നെ ഈ കഥയ്ക്ക് വലിയ പുതുമയൊന്നുമില്ല. ചില സീനിലൊക്കെ നമ്മളെ തന്നെ ഓർമ്മ വരുന്ന രീതിയിലുള്ള ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണക്റ്റ് ആവും. ഈ പ്രദീപ് രംഗനാഥിനെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് പറയാം, ധനുഷിൻ്റെ ഒരു കട്ട് പുള്ളിക്ക് തോന്നുന്നത്. ആദ്യത്തെ സിനിമ ലവ് ടുഡേ കാണുമ്പോൾ തൊട്ടേ പുള്ളിക്ക് ഒരു ധനുഷിൻ്റെ ഒരു കട്ടുണ്ട്. ഇപ്പോഴും പുള്ളിയുടെ ആക്ടിങ്ങും കിടിലൻ ആക്ടിങ്ങാണ്. ഒരു പ്രത്യേക പോയിന്റിൽ എത്തിയിട്ട് കഥ വേറൊരു രീതിയിലോട്ട് പോകുന്നതുണ്ട്. പിന്നെ എനിക്ക് ഇതിനകത്തെ ക്ലൈമാക്സിനോട് ഒരു അരമണിക്കൂർ മുമ്പ് നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ക്ലൈമാക്സ് അരമണിക്കൂർ മുമ്പ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കുറച്ച് കാര്യങ്ങളിൽ വെച്ച് ഇമോഷനിലാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. പക്ഷേ അത് എനിക്ക് അത്ര ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോഴുള്ള കുറച്ച് സീനുകളൊന്നും എനിക്ക് അത്ര ഒരു ഇമോഷൻ ടൈപ്പാണ് ഉദ്ദേശിച്ചെങ്കിലും എനിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എന്ന് വെച്ചാൽ ഇതുപോലെ ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട്, പക്ഷേ അത് മാത്രം എനിക്കങ്ങോട്ട് വർക്കായില്ല എന്ന് പറഞ്ഞാൽ ഈ പടത്തിനെ മോശമായിട്ട് ഞാൻ കരുതുന്നില്ല. പിന്നെ ഇതിനകത്ത് 2 ആക്ട്രസ്മാരോട്ടെന്ന് പറഞ്ഞിട്ട്, ഒന്ന് അനുപമ പരമേശ്വരൻ, ഒന്ന് നല്ല കിടിലൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു ആക്ട്രസ് എന്ന് പറഞ്ഞാൽ കയാടോ ലോഹറും ഈ പ്രദീപ് രംഗനാഥൻ തമ്മിലുള്ള ലവ് സീനൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതായത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആണ് ഇവർ തമ്മിൽ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ജോർജ് മരിയൻ, ഈ ഡ്രാഗൺ പ്രദീപ് രംഗനാഥിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന നല്ല നാച്ചുറൽ ആക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇമോഷൻ ടച്ച് തരാൻ പറ്റുന്ന ഒരു ആക്ടറാണ് ജോർജ് മരിയൻ. പിന്നെ ഇതിനകത്ത് ഒരു സീനിൽ സ്നേഹ വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഡയറക്ടർമാർ, മിസ്കിൻ ഇതിനകത്ത് പ്രൊഫസറല്ല പ്രിൻസിപ്പളായിട്ട് വരുന്നുണ്ട്. പിന്നെ എന്നുവെച്ചാൽ പുള്ളി അഭിനയിച്ചിട്ടൊന്നുമില്ല. അതെന്ന് പറഞ്ഞാൽ ഗൗതം വാസുദേവൻ മേനോൻ GVM ഇതിനകത്ത് ഒരു റോൾ വരുന്നുണ്ട്, ഒരു ബോസിൻ്റെ റോൾ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരനൊന്നും
അഭിനയിച്ചിട്ടില്ല, ചുമ്മാതെ പുള്ളി നോർമൽ ലൈഫിൽ നടന്നിട്ട് വന്നിരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ തന്നെ അശ്വന്ത് മാരിമുത്ത് ഒരു സീനി വരുന്നുണ്ട്. അതിനകത്തു നിന്നാണ് പിന്നെ പടം വേറൊരു രീതിയിലോട്ട് പോകുന്നത് ആ പുള്ളിക്കാരൻ്റെ റോൾ വഴി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു മോശം പറയാമെന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലൈമാക്സ് മാത്രമേ ഇത്ര ഒരു ഇതായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം കണ്ടിരിക്കാൻ പറ്റി, ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് ഡ്രാഗൺ അനുഭവപ്പെട്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്.